ഒരു ഓണത്തല്ല് കണ്ടാലോ? പലശനയിലേക്ക് പോകാം. പാലക്കാട് അവിടെ സലാം മുഹമ്മദ് ചേരുകയാണ്. സലാമേ, സദ്യയൊക്കെ കഴിച്ചിട്ട് എന്താണ് ഓണത്തല്ല്? ഈ ഓണത്തല്ല് എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താണ് ഇത് സത്യത്തിൽ സംഭവം? എന്താണ്? പക്ഷേ എല്ലാ വർഷവും ഓണത്തല്ല് ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രദേശമാണ് പലശന എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഓണത്തല്ലിന് വേണ്ടിയുള്ള ആളുകളുടെ ഒരുക്കമാണ്. ഇതിന് പിന്നിലൊരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു അന്യം നിന്ന് പോകുന്ന ഒരു ഓണക്കളി കൂടിയാണ് ഈ ഓണത്തല്ല് എന്ന് പറയുന്നത്. അതിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളൊക്കെ തന്നെ വിവരിക്കാൻ നമ്മളൊപ്പം ഒരു ചേട്ടനുണ്ട്. ചേട്ടാ, എന്താണ് ഈ ഓണത്തല്ലിന് പിന്നിലുള്ള ഒരു ഐതിഹ്യം? ഓണത്തല്ലിൻ്റെ ഐതിഹ്യം പണ്ട് സാമൂതിരി രാജാവും നമ്പിടിമാരും കൂടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ നമ്പിടിമാർ മറ്റേ കുതിരവട്ടൻ രാജാവിനെ ചതിച്ചു കൊന്നു. ആ കൊന്നതിൻ്റെ പ്രതികാരമാണ് നമ്മൾ അതിനെ തീർക്കുന്നത്. ആ പ്രതികാരം, ആ കൊന്നതിൻ്റെ ഉള്ള പ്രതികാരം, ഈ നമ്പിടിമാരെ ചതിച്ചു കൊന്നതിൻ്റെ പ്രതികാരമാണ് നമ്മൾ തീർക്കുന്നത്. എല്ലാ വർഷവും സംഘടിപ്പിക്കുക, എല്ലാ വർഷവും ഇത് നടത്തും. അതിൻ്റെ ചടങ്ങ് അതാണ്. അത് എല്ലാ ഓണത്തിനാണ് അത് നടത്തുന്നത്. അതായത് 7 കുടി 1 കുടി കൊണ്ട് 2 വിഭാഗമുണ്ട്. ആ 2 വിഭാഗവും കൂടിയിട്ടാണ് പോർവിളി. 2 വിഭാഗമാണ്. 7 കുടിയും 1 കുടിയാണ്. അത് 7 കുടിയാണ്. രണ്ടും കൂടിയിട്ടാണ് പോർ വിളിച്ചിട്ടാണ് ഇതിൻ്റെ ചടങ്ങുകൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഓണത്തല്ല് ആരംഭിച്ചിട്ടില്ല. എങ്ങനെയായിരിക്കും ഈ കളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 1 കുടിയിൽ നിന്ന് ഒരാൾ സ്റ്റേജിൽ കയറും, 7 കുടിയിൽ നിന്ന് ഒരാൾ സ്റ്റേജിൽ കയറും. അതായത് നമ്മുടെ ശരീരഘടന അനുസരിച്ചുള്ള ഒരാളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ശക്തിയായിട്ട് പുറത്ത് ആഞ്ഞടിക്കും. അത് എത്രത്തോളം ശക്തിയോടെ അടിക്കാൻ പറ്റും അത്രത്തോളം ശക്തിയോടെ തന്നെ അടിക്കും. 5 പേരിലും 10 ചോര വരെ പുറത്ത് വരുന്ന രീതിയിലായിരിക്കും ആ ഒരു അടി എന്ന് പറയണത്. അതുപോലെ തിരിച്ച് ഇങ്ങോട്ടും ഒരു അടി കിട്ടും. അതാണ് ഒരു ചടങ്ങെന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ അടി. അത് കഴിഞ്ഞ് ഈ ധൂ എന്ന് പറഞ്ഞിട്ടൊക്കെ അതിൻ്റെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. മഹേഷ്, അല്പസമയത്തിനുള്ളിൽ തന്നെ ഓണത്തല്ല്, പലശനയിലെ ഓണത്തല്ല് ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അങ്ങനെ ഇതിന് പ്രത്യേകതരം ഒരു വേഷവിധാനങ്ങളൊക്കെ തന്നെയുണ്ട്. അങ്ങനെ ആ വേഷങ്ങളൊക്കെ കച്ചകെട്ട്, ഇതിന് വേണ്ടിയിട്ട് ഓണത്തല്ലിന് വേണ്ടി കച്ചകെട്ടുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇങ്ങനെ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കിയതിനു ശേഷമാണ് അടി ഉണ്ടാക്കുക. നമ്മൾ ഈ ദൃശ്യം കാണുന്നത് ഈ ഓണത്തല്ലിന് വേണ്ടിയുള്ള കച്ചകെട്ടുന്നതാണ്. ഇങ്ങനെ കച്ചകെട്ടിയ നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടൊക്കെ എത്തും. അങ്ങനെ അവർ നേരത്തെ തന്നെ ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. അവരിവിടെ എത്തി അങ്ങനെ പരസ്പരം അടിക്കുന്ന ഒരു രീതിയാണ് ഓണത്തല്ല് എന്ന് പറയുന്നത്. ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ഈ അടിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ശബ്ദമാണ്. ആ ശബ്ദം ഉണ്ടായിക്കൊണ്ടാണ് അങ്ങനെ തിരഞ്ഞെടുത്ത ആളുകൾ അടിക്കുക. അങ്ങനെ അടി കിട്ടിയ ആൾക്ക് മറ്റു ഒരു വിഭാഗം വന്ന് കച്ചകെട്ടാന്ന് പറയും. ഈ രീതിയിലാണ് കെട്ടുക, കച്ചകെട്ടുക. ടച്ച് കെട്ടിയ ആളുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ പലശനയിൽ ഓണത്തല്ല് ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. മത്സരാർത്ഥികളായി പങ്കെടുക്കുന്ന ആളുകൾ, മുതിർന്ന ആളുകളുണ്ട്. അതായത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന ആളുകൾ മുതൽ ഏറ്റവും ചെറിയ കുട്ടികൾ വരെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. ചെറിയ കുട്ടികൾ വരെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ആളുകളാണ് ഈ മത്സരത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നത്. ഇത് ഈ ഓണത്തല്ലിൻ്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ഒരാളാണ്. തുടങ്ങാറായി അവർ മറ്റേ അടുത്ത സെറ്റ് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അവർ ഒരു 3 ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. ശരി, എന്തായാലും സലാമെ, നമുക്ക് അവിടെ ഓണത്തല്ല് തുടങ്ങിയ ശേഷം നമുക്ക് അങ്ങോട്ടേക്ക് വരാം. പല്ലശനയിൽ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. ഓണത്തല്ലിൻ്റെ ഓണാഘോഷങ്ങൾ പലതരത്തിലാണ് നടക്കുന്നത്. ആചാരപരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഓണത്തല്ല് എന്ന് പറയുന്നത്. പല്ലശനയിലെ വളരെ പ്രസിദ്ധമായ ഓണത്തല്ല്, അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുകയാണ്.